ഹായ് ഗായ്സ്, അപ്പോൾ ബിഗ് ബോസ് ടോക്കാണ്. സെപ്റ്റംബർ 27 നോമിനേഷനിലുള്ളവർ: ഒന്ന് അനീഷ്, ഷാനവാസ്, ആദില, ലക്ഷ്മി, ജിഷിൻ, അക്ബർ, ബിന്നി, സാബുമോൻ, ആര്യൻ, ജിസേൽ, അഭിലാഷ്. ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് അനീഷിന് തന്നെയാണ്. ഏറ്റവും വലിയ പ്രകടനം കാഴ്ചവെച്ചവൻ അനീഷ് എന്ന് പറയാൻ നമുക്ക് താല്പര്യമില്ല. ഈ ഇടയിൽ അനീഷിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു. അപ്പോൾ അനീഷ് എന്ന് പറയുന്നൊരു മത്സരാർത്ഥിയെ പറ്റി നമുക്കൊന്നും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈയിടെയുള്ള അനീഷിൻ്റെ ഗെയിം നെഗറ്റീവായി ബാധിച്ച ഒരു ഗെയിമായിരുന്നു. ചില ഗെയിമുകളിലും ചില ടാസ്കുകളിലുമൊക്കെ അനീഷ് കാണിച്ച മണ്ടത്തരത്തിൻ്റെ ഒരു ഏറലായതും അനീഷായിരുന്നു. സൗഹൃദം എന്ന് പറയുന്നത് നമുക്ക് അത്ര വലിയ അറിവുള്ള കാര്യമൊന്നുമല്ല. സൗഹൃദം എനിക്കുമില്ല. ഒറ്റപ്പെട്ട ഒരു സ്ട്രാറ്റജി ജീവിക്കുന്നവർ തന്നെയാണ് നമ്മൾ. സൗഹൃദമൊക്കെ വലയത്തിനുള്ളിൽ കുടുങ്ങുന്ന വ്യക്തികളുമല്ല. അതുകൊണ്ട് അതിൻ്റേതായ മോട്ടിവേറ്റ് തരാനും നമുക്കറിയില്ല. ഒരു ബിലീഫാണ് സൗഹൃദം എന്ന് പറയുമ്പോൾ. നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാം, സന്തോഷകരമായി നിൽക്കാം എന്നൊക്കെ ആലോചിച്ചിരിക്കും ഒരു സൗഹൃദം. പക്ഷെ ഷാനവാസ് അനീഷ് സൗഹൃദത്തിനൊരു വിള്ളലുണ്ടാവാൻ സാധ്യതയുണ്ടായി. ആ ഫ്രണ്ട്ഷിപ്പിനൊരു കോട്ടം സംഭവിച്ചു എന്നൊക്കെയായിരുന്നു മിന്നാന്നും ഇന്നലത്തെയും ഒക്കെ എപ്പിസോഡായി. പിന്നെ അനീഷിനും ആദിലക്കും ജയിൽ ടാസ്കിലൂടെ അവരെയാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ അവർ ജയിലിലേക്ക് പോയി. ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് ലാലേട്ടൻ്റെ പ്രമോയാണ്. അപ്പോൾ നമുക്ക് ഈ വീക്കിലുണ്ടായിരുന്ന ഒരുപാട് ഫോൾട്ടുകൾ നമുക്ക് സംസാരിക്കാം. കുറച്ച് കാര്യങ്ങൾ, അതിൽ കൂടുതൽ അനീഷും ഷാനവാസും തമ്മിലുള്ള സൗഹൃദത്തിനുള്ള വിള്ളലുകൾ ഒരു കോയിനാണ്. അതായത് ജിത്തു ജോസഫ് അനീഷിന് കൊടുത്ത ആ ഒരു ഫണ്ണ് മൂഡലാക്കാൻ അവർ ശ്രമിച്ചപ്പോൾ അനീഷ് അത് സീരിയസ് മൂഡാക്കി മാറ്റി എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അതാണ് കോണ്ടന്റ്. പക്ഷെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തീരെ കോണ്ടന്റ് ഇല്ലായ്മയാണ്. അത് നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. അതിന് വലിയ റീച്ചൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ എപ്പിസോഡും വലിച്ച് വാരിയിടാതെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് നമുക്ക് റിയാക്ഷൻ ചെയ്താൽ പോരെ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എല്ലാ യൂട്യൂബർക്കും ഈ ഒരു കോണ്ടന്റുമായിട്ട് വലിയ രസകരമായ ഫീലിംഗ് ഒന്നുമില്ല. എന്നാലും നമ്മൾ ഈ കോണ്ടന്റ് എടുക്കുന്നത് കൊണ്ട്, ബിഗ് ബോസ് ടോക്ക് നമ്മൾ ഇനിയും മുന്നോട്ടും കൊണ്ടുപോകുന്നത് കൊണ്ട് നമുക്കത് നിർത്തിപ്പോവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പ്രേക്ഷകരുടെ മനസ്സ് നോക്കിയാണ് നമുക്ക് ബിഗ് ബോസിൻ്റെ കോണ്ടന്റ് നമുക്ക് എങ്ങനെയാണ് ബിഗ് ബോസിനെ വിലയിരുത്താൻ പറ്റും, എങ്ങനെയാണ് ബിഗ് ബോസുമായി നമുക്ക് ഒരു കോണ്ടന്റ് റിവ്യൂ ഉണ്ടാക്കാൻ പറ്റും, ഒരു റിയാക്ഷൻ, അതൊക്കെ നമ്മൾ ചിന്തിച്ച് തന്നെയാണ് ഈ ഓരോ എപ്പിസോഡത്തിൻ്റെയും ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഇതൊരു പരിപാടി നിർത്തണമെന്ന് ആലോചിച്ച് തന്നെയാണ്. പക്ഷേ ഇന്നലത്തെ മിന്നാലത്തെ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഒക്കെ ആദിലിൻ്റെയും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോണ്ടന്റ് ആയിരുന്നു. നമുക്ക് കോണ്ടന്റ് കിട്ടുന്നുമുണ്ട്, നമുക്ക് നല്ല. പക്ഷെ അത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാവുന്ന ഒരു കോണ്ടന്റിലേക്ക് എത്തിക്കാൻ നമുക്ക് ആഗ്രഹമില്ലായിരുന്നു. ആദിലയാണ് അതിൻ്റെ പ്രശ്നക്കാരിയായിരുന്നു എന്ന് തോന്നിയത്. പക്ഷെ ആദിലയും ഫണ്ണായി എടുക്കാൻ വേണ്ടി നോക്കിയത് സീരിയസ് ആയി എടുത്ത അനീഷിനാണ് എല്ലാവരും കയറി ചൊറിഞ്ഞത്. ഒരു ക്യാപ്റ്റനായിട്ട് നീ എടുക്കൂ എന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിഞ്ഞതിന് ശേഷമാണ് ആദില അദ്ദേഹത്തിൻ്റെ മേത്ത് ആ കച്ചറ വെള്ളമെറിഞ്ഞത്. അതിൻ്റെ പേരിൽ ഒരുപാട് ട്രോളുകളായിട്ടും ഒക്കെ പുറത്ത് പ്രതിബന്ധിക്കുന്നുണ്ടായിരുന്നു. അത് വേണമായിരുന്നോ എന്ന് ഇപ്പോൾ എനിക്കൊരു തോന്നില്ല. കാരണം അത്ര ട്രോള് കൊണ്ട് അത് എഫക്റ്റ് ആവുന്നതും നെഗറ്റീവ് ആവുന്നതും അനീഷിനായിരിക്കും.
പഴയ സീസൺ പോലെയല്ല. ഇപ്രാവശ്യത്തെ സീസണും ജഡ്ജ്മെന്റും ഒക്കെ ബിഗ് ബോസിനെതിരെയാണ്. ബിഗ് ബോസ് ആണ് നിലപാടും നിലവാരവും എല്ലാം കൂട്ടേണ്ടത്. ബിഗ് ബോസ് അവിടെ ഒരു എന്ത് തെറ്റ് ചെയ്താലും അത് ബിഗ് ബോസിന്റെ മുകളിലാണ് ചുമതലകൾ വരിക. അത് കണ്ടസ്റ്റൻസിനെ ബാധിക്കുന്നില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഇപ്പോൾ അനീഷ് വോട്ടിൽ കേമനാണ് എന്നതാണ്. പക്ഷെ അന്ധ ഫാൻസ് ആണോ? നമുക്ക് അനീഷിനെ ഇഷ്ടപ്പെടാൻ തോന്നുന്നു. കാരണം അനീഷ് ഒരു സാധാരണക്കാരൻ മാത്രമാണ്. പക്ഷെ അതിൽ നിന്നും അനീഷ് ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടായി. പിന്നെ ആര്യൻ ഇത്തിരി കുസൃതിയൊക്കെ ഉള്ളത് കൊണ്ട് ആര്യൻ അവിടെ നിലനിൽക്കുന്ന പോവാം. നിവിൻ നല്ലതാണ്, നല്ല കണ്ടസ്റ്റൻസ് ആണ്. ഷാനവാസും നല്ല കണ്ടസ്റ്റന്റ്. ആദില, നൂറ, ഇതിൽ ആരെങ്കിലും ഒരാളാണ് അവിടെ നിലനിൽപ്പ് ഉറപ്പിച്ചിട്ടുള്ളത്. ആദിലക്ക് ഗെയിം ഓവർ ആവാൻ സാധ്യത കൂടുതലാണ്. ആദിലക്ക് വോട്ട് കുറവായിരിക്കും. അപ്പോൾ ആര് പുറത്തു പോകും, ആര് പുറത്തു പോകണ്ട എന്നത് പ്രേക്ഷകരുടെ നിലപാട് പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ കണ്ടസ്റ്റൻസ് സെപ്റ്റംബർ 27, അതായത് ഇന്നത്തെ വോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അനീഷ് കൂടുതൽ വോട്ട് നേടിയിട്ടുണ്ട് എന്നതാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പോൾ ആര് പുറത്തു പോകും? നൂറ, ആദിലയുടെ ഗെയിം ഓവറാണോ അല്ല ആരൊക്കെ പോകുമെന്നത് യാതൊരു പിടുത്തവുമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ആര് പോകും, ആര് പുറത്തു പോകും, അത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ എന്ത് പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും തെറ്റ് തന്നെയാണ്. ഒരു റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയല്ലേ. അതിനെ നമുക്കിങ്ങനെയും നിലപാടിലൂടെ കാണാൻ സാധിക്കില്ല. നമ്മുടേതായ റെസ്പെക്റ്റ് ഇല്ലായ്മ അവിടെ കാണിക്കുന്നതെന്നും മനസ്സിലാക്കുക. ആദ്യം നമ്മൾ അതാണ് നമ്മളെന്നും നോക്കേണ്ടത്. അതുതന്നെയാണ് നമ്മളെന്നും പ്രേക്ഷകർക്കും ഒക്കെ കൊടുക്കേണ്ടത്. ലക്ഷ്മിക്ക് പോവാൻ സാധ്യതയുണ്ട്, ആദില പോവാൻ സാധ്യതയുണ്ട്, അഭിലാഷും സാധ്യതയാണ്, സാബുമോൻ, ആര്യൻ, അക്ബർ പോവാൻ സാധ്യതയില്ല. ഇങ്ങനെയുള്ള ചില ആൾക്കാർ പുറത്ത് പോവാൻ സാധ്യതയുണ്ട്. പ്രാവശ്യത്തെ പ്രമോ അങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. അനീഷിൻ്റെ നെഗറ്റീവ് പെർഫോമൻസ് അനീഷിനെ അത് നെഗറ്റീവായി ബാധിക്കുമോ എന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ പ്രമോ ഒന്നും വന്നിട്ടില്ല. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി പ്രമോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഇപ്രാവശ്യത്തെ പ്രമോ കാര്യങ്ങളൊന്നും ലാലേട്ടൻ്റെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രമോ കാര്യങ്ങൾ പറയാൻ സമയമില്ലാതായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടൈം എപ്പം വരുമ്പോൾ അപ്പോൾ നമുക്ക് നിങ്ങളിലേക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കുസൃതി കളിക്കേണ്ടത് കുസൃതിയും ഇങ്ങനെ നമുക്ക് ഫണ്ണിന് വേണ്ടി കളിക്കുന്ന ഫണ്ണിനും, സീരിയസ് ആണെങ്കിൽ സീരിയസ്. അത് ഫ്രണ്ട്ഷിപ്പിനിടയിൽ ചില മാറ്റേഴ്സ് ഉണ്ടാവും, ചില അബദ്ധങ്ങളുണ്ടാവും, ചില തമാശകളുണ്ടാവും. ആ തമാശകളെ എൻകറേജ്ഡായിട്ട് നിർത്താൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ആ സൗഹൃദത്തിന് യാതൊരു അർത്ഥം ഉണ്ടാവില്ല. ആ അർത്ഥമില്ലായ്മയാണ് അനീഷിന് പറ്റിയതെന്ന് തോന്നുന്നു. അനീഷിന് നമ്മളെ പറ്റിയിട്ടുണ്ട്. അനീഷ് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അനീഷ് അതിന് ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ഫാക്ട്. താൻ അറിയുന്നില്ല താൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാവാത്ത രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു. അതായിരിക്കും നിലപാടിൻ്റെ മാറ്റങ്ങൾക്ക് കാരണം. ഒരു നിലപാടാണ് അവിടെ ഇല്ലായ്മ ചെയ്യാവുന്നത്. അപ്പം അനീഷിനും നിലപാടില്ല. പക്ഷെ ചെയ്തു വെക്കുന്ന രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റ് അവിടെ കൂടുതലായി കാണപ്പെടുന്നു. ആദിലയുടെ ഭാഗത്തുമുണ്ട്, അനീഷിൻ്റെ ഭാഗത്തുമുണ്ട്. പക്ഷെ ഷാനവാസിനെ കുറ്റക്കാരനാക്കേണ്ടത് അവിടെ അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം. അനീഷ് ഷാനവാസിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നത് മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ അനീഷ് വെറുതെ ഷാനവാസിൻ്റെ പേര് എടുത്തിടുന്നു എന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അത് പാടില്ല.
അങ്ങനെ ഒരു ഗെയിം പ്ലാറ്റ്ഫോമിൽ അതൊരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് എന്നതാണ് നിങ്ങൾ അറിയേണ്ടത്. അതൊക്കെ ഒന്നും ഒരാൾ ചെയ്തത് മറ്റൊരാളിലേക്ക് ആരോപിക്കുക എന്ന് പറയുന്ന തെറ്റാണ് ഇവിടെ അനീഷ് ചെയ്തിരിക്കുന്നത്. അതാണ് മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടാതിരുന്നത്. ബൈ ഫോർ എവർ.